തൻ്റെ ഇടം ഉണ്ടോ നിങ്ങൾക്ക് എന്റെ മരണം പ്രഖ്യാപിക്ക്? അതിന് അയാൾ അർഹനല്ല. ഒരാളുടെ മുന്നിൽ പോയിട്ട് വെല്ലുവിളിക്കാനുള്ളതല്ല ഈ ശാസ്ത്രം. ഞാൻ ഇത് തെളിയിച്ച് തരാമെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിയാൽ താങ്കളുടെ മരണം താങ്കൾ ഉറപ്പായിട്ടും മൃത്യു. രണ്ടു തരം ജ്യോതിഷികളുണ്ട്. ഒന്ന് ബുധന്റെ സ്വഭാവമുള്ളതും മറ്റൊന്ന് ഗുരുവിന്റെ സ്വഭാവമുള്ളതും. ബുധന്റെ സ്വഭാവം എന്ന് പറയുന്നത് സൈക്കോളജിയാണ്. പക്ഷേ എല്ലാത്തിൻ്റെ ആധാരം ജനന സമയമാണ്. ഈ ജനന സമയം നമ്മൾ ഇന്ന് സോഫ്റ്റ്വെയറിലേക്ക് പോയാൽ തന്നെ വേദിക് അസ്ട്രോളജിയിൽ ജനന സമയം ഗണിക്കണമെങ്കിൽ സൂര്യോദയം ഉണ്ടെങ്കിലേ പറ്റൂ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഈ ചുരുങ്ങിയ കാലയളവിൽ എത്ര കുട്ടികൾ പഠിച്ചിറങ്ങിയിട്ടുണ്ടാവും? കുട്ടികളല്ല, എത്ര വിദ്യാർത്ഥികൾ? നമുക്ക് 3 ടൈപ്പ് ക്ലാസ്സസ് ആണ് ഉള്ളത്. ഒന്ന് ഓൺലൈൻ ഉണ്ട്, 2 ഓഫ്ലൈൻ ഉണ്ട്. അതുകൂടാതെ റെക്കോർഡഡ് സെഷൻസ് ഉണ്ട്. നമ്മൾ അയച്ചു കൊടുക്കും. റെക്കോർഡ് സെഷൻ അയച്ചു കൊടുക്കുകയല്ല, പ്ലാറ്റ്ഫോം ഓൾറെഡി അപ്ലോഡ് ആണ്. അവർക്ക് കോഴ്സസ് ടോട്ടൽ ബണ്ടിൽ കോഴ്സസ് അവൈലബിൾ ആണ്. അത് അവർക്ക് കയറിയിട്ട് ഓരോ ചാപ്റ്റേഴ്സ് വീതം മേടിച്ചു തുടങ്ങാം. ചിലർക്ക് എൻ്റെ ക്ലാസ് എന്താണെന്ന് അറിയില്ല. ഒന്നാമത്തെ ചാപ്റ്റർ 199 രൂപ അല്ലെങ്കിൽ 299 രൂപ ആ ഒരെണ്ണം വാങ്ങി പഠിച്ചിട്ട് അവർക്ക് വേണമെങ്കിൽ അത് ഫുള്ള് മൊത്തം 70ഓളം ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം, മേടിച്ചിട്ട് പോവാം. അപ്പോൾ ഓൺലൈൻ ക്ലയൻസുകളുടെ ഒരു കാറ്റഗറി വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 700+ ഓൺലൈൻ മാത്രം. പിന്നെ 2018 മുതൽ അതിനകത്ത് നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ലീഗലൈസ് ചെയ്തതെന്ന് പറയുമ്പോൾ 2023 ഇന്ത്യൻ കൗൺസിൽ ഫോർ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ മിഷനാണ് ഫസ്റ്റ് നമുക്ക് അഫിലിയേഷൻ കിട്ടുന്നത്. നീതി ആയോഗിൻ്റെ സർട്ടിഫിക്കേഷനാണ്. അത് കഴിഞ്ഞിട്ടാണ് UGCയുടെ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ വർഷം 2000 ഇപ്പോൾ UGCയുടെ 2 ബാച്ച് കഴിഞ്ഞു. അപ്പോൾ UGC ബാച്ചസിനകത്ത് 40 കുട്ടികളും 40 പേര്. പിന്നെ അതേപോലെ തന്നെ നീതി ആയോഗിൻ്റെ അതിന് മുമ്പത്തെ ബാച്ച് ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സർട്ടിഫിക്കേഷൻസ്. അപ്പം അതൊരു ലീഗലൈസ് ചെയ്ത് എല്ലാം കൂടി ഒരു നിയർലി 1000+ ഉണ്ടാവും. 1000+ ജ്യോത്സ്യന്മാർ അവിടെ നിന്ന് മാത്രം പഠിച്ചിറങ്ങിയവർ, പാരമ്പര്യമായി കിട്ടിയവർ വേറെ, പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുണ്ടാവും ഒരുപാട് പേരുണ്ടാവും. പാരമ്പര്യമായി പഠിച്ചിട്ട് ജ്യോതിഷത്തിൻ്റെ എനിക്കറിയാവുന്ന പല ആളുകളുണ്ട് ഇപ്പോഴും. പുള്ളി അവരൊക്കെ ഈ സോഫ്റ്റ്വെയർ തൊടാതെ കണക്ക് കൂട്ടിയെടുക്കുന്ന ഗണക സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ എനിക്കറിയാം. പക്ഷെ അവരുടെയൊക്കെ മക്കളെയൊക്കെ ജാതകം നോക്കിയപ്പോൾ പുള്ളിക്ക് അവർക്കൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ഈ പ്രശസ്തനായ പല ജ്യോത്സ്യന്മാരെ കുറിച്ച് കേൾക്കുമ്പോൾ ഇപ്പം എന്താ അവരെ കാണാത്ത നിൽക്കുമ്പോൾ അത് പുള്ളിയുടെ മോളുമായിട്ട് എന്താ ദാമ്പത്യ പ്രശ്നത്തിലുണ്ട് അങ്ങനെ പറഞ്ഞു കേട്ട് മനസ്സിലായി. അതിനൊരു കാരണമുണ്ട്. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർ പഠിച്ചതൊക്കെ കറക്റ്റാണ്. പക്ഷേ എല്ലാത്തിൻ്റെ ആധാരം ജനന സമയമാണ്. ഈ ജനന സമയം നമ്മൾ ഇന്ന് സോഫ്റ്റ്വെയറിലേക്ക് പോയാൽ തന്നെ വേദിക് അസ്ട്രോളജിയിൽ ജനന സമയം ഗണിക്കണമെങ്കിൽ സൂര്യോദയം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോൾ ഇത് ആലുവ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്നത്തെ സൂര്യോദയം എത്ര മണി എത്ര മിനിറ്റാണെന്നൊരു ടോപ്പിക് ഉണ്ട്. ഇതേ സൂര്യോദയ സമയം ആയിരിക്കത്തില്ല തിരുവനന്തപുരത്ത് ഉണ്ടാവുന്നത്. ഇനിയും സോഫ്റ്റ്വെയറുകളെ പരിശോധിക്കുമ്പോൾ അസ്ട്രോവിഷൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനകത്തുള്ള സൂര്യോദയ സമയവും ജ്യോതിഷദീപ്തി എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനകത്തുള്ള സൂര്യോദയ സമയം, അസ്ട്രോഗേഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനകത്തുള്ള സൂര്യോദയ സമയം, ഓരോ സോഫ്റ്റ്വെയറിനും ഓരോ സൂര്യോദയ സമയങ്ങളാണ്. അപ്പോൾ 1 മിനിറ്റ് തമ്മിലുള്ള വ്യത്യാസം, ഓരോ സെക്കൻഡിന് തന്നെ ജാതകങ്ങൾ മാറുക. അപ്പം ഈ സൂര്യോദയം കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ ഈ ഗണിതം തെറ്റും അല്ലേ? തിരിച്ചൊരു ചോദ്യം ചോദിക്കണം. അപ്പോൾ ഈ ഇംഗ്ലണ്ടിലോ ഫിൻലാൻഡിലോ ഒക്കെ പോയി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് പിന്നെ 3-4-5 മാസം കഴിഞ്ഞാൽ സ്ട്രോങ് ആയിട്ട് അങ്ങനെ തന്നെ ചിരിച്ചുകൊണ്ട് നിൽക്കും. ചിലപ്പോൾ പിന്നെ വരില്ല. അപ്പോൾ അവിടെയൊക്കെ ജനിക്കുന്നവരുടെ കാര്യത്തിൽ എന്ത് പറ്റും? അപ്പോൾ അവിടെ ജനിക്കുന്നവർക്ക് ജാതകം നമ്മൾ പഠിച്ച തിയറി പ്രകാരം എഴുതിയാൽ പൂർണ്ണമായിട്ടും തെറ്റും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങളുണ്ട്. അതിന് അയനാംശമെന്നും ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ ഇതിലെവിടെയാണ് മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് വെച്ചാൽ ഭൂഗോളത്തിൻ്റെ 360 ഡിഗ്രിയിൽ എവിടെ ജനിക്കുന്നു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ സൂര്യോദയത്തിന് അവിടെ പ്രസക്തി രണ്ടാമതാവും. സൂര്യോദയത്തെ അടിസ്ഥാനപ്പെടുത്തി ഗണിക്കുമ്പോൾ ഇങ്ങനെ ചില അപാകതകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഓരോ ജ്യോതിഷികൾക്കും ലഗ്നസ്ഫുടത്തിന് മാറ്റങ്ങൾ സംഭവിക്കപ്പെടാം, സോഫ്റ്റ്വെയറിനും മാറ്റങ്ങൾ സംഭവിക്കപ്പെടാം. എന്നാൽ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ ഈ മാറ്റം സംഭവിക്കില്ല. ഈ 360 ഡിഗ്രിയിൽ ഒരു കുട്ടി എവിടെ ജനിക്കുന്നു, സൂര്യൻ എവിടെയെങ്കിലുമൊക്കെ ഉദിക്കട്ടെ, പക്ഷെ 360 ഡിഗ്രിക്ക് മാറ്റം ഉണ്ടാവില്ലല്ലോ. അതിനകത്ത് ഇത്രാമത്തെ ഡിഗ്രിയിൽ ജനിച്ചു. ഇപ്പം കന്നിരാശിയിലാണ് അല്ലെ മിഥുനൻ രാശിയിൽ ജനിക്കുന്ന ഒരു കുട്ടി, മേടം 30 ഡിഗ്രി, ഇടവം 30 ഡിഗ്രി, മിഥുനൻ രാശി തീരുമ്പോൾ 90 ഡിഗ്രിയാണ്.
ഇപ്പം മിഥുനൻ രാശിയിൽ 2ാമത്തെ ഡിഗ്രിയിലാണ് ഒരു കുട്ടി ജനിച്ചത് എന്ന് വിചാരിക്കും. 2ാമത്തെ ഡിഗ്രി 10 മിനിറ്റിൽ. സ്വാഭാവികമായിട്ടും നമുക്കറിയാം 30, 60 കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് 62ാമത്തെ ഡിഗ്രി 10 മിനിറ്റിലാണ് കുട്ടി ജനിച്ചത്. സൂര്യൻ എവിടെ ഉദിച്ചാലും ഈ 62ാമത്തെ ഡിഗ്രിക്ക് മാറ്റമില്ല. ഓക്കെ, ആ പോയിന്റ് കറക്റ്റായിട്ടുള്ള കണ്ണിങ് പോയിൻ്റാണ്. അതിനെയാണ് ലഗ്നബിന്ദു എന്ന് വിളിക്കുക. ലഗ്നം എന്ന് പറഞ്ഞാൽ ആരംഭ ബിന്ദു എന്നാണ്. ഇത് കൃത്യമാക്കപ്പെടുമ്പോൾ ഓരോ സെക്കൻഡിൽ വരുന്ന അനുഭവങ്ങളും കൃത്യമാകും. ഇതാണ് ഇരട്ടകളുടെ ജാതകത്തിൽ ഇപ്പം ജനനം നടന്ന 1 മിനിറ്റ് കഴിയുമ്പോഴത്തേന് മാറി 4 മിനിറ്റ് കൂടുമ്പോൾ ഒരു ഡിഗ്രി മാറുക. അപ്പോൾ 4 മിനിറ്റ് കൂടുമ്പോൾ ഒരു ഡിഗ്രി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 2 മിനിറ്റ് കൊണ്ട് അര ഡിഗ്രി മാറിയില്ലേ? അപ്പോൾ 1 മിനിറ്റ് കൊണ്ട് കാല് കഴിഞ്ഞില്ലേ? അപ്പോൾ ഈ വ്യത്യാസം അവിടെ സംഭവിക്കുമ്പോൾ ആ വ്യത്യാസത്തിനെ ഗണിക്കാനും അനലൈസ് ചെയ്യാനും നമ്മൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളോ അല്ലെങ്കിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നതോ പരാജയമാവും. ഓക്കെ, ഇപ്പം എനിക്ക് ജ്യോതിഷം പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണെന്ന് വെച്ചോ, ഞാൻ എന്താ ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട്? ജ്യോതിഷം പഠിക്കുന്നതിന് നമുക്ക് ഒന്നുമില്ല, 10ാം ക്ലാസ്സിൽ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ അടിസ്ഥാനപരമായിട്ട് ഞാൻ ക്ലാസ്സസ് എടുക്കുമ്പോൾ കുറേ റൂൾസുകൾ വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, നല്ലൊരു ശതമാനം ആൾക്കാരും ജ്യോതിഷം പഠിക്കാൻ വരുന്നത് എന്താണെന്നറിയാം. ഒന്ന്, അവർക്ക് വരുമാന സ്രോതസ്. 2, കുറച്ച് പേര് അവർക്ക് എന്താണെന്ന് അറിയാനും പഠിക്കാനും അവരുടെ ക്യൂരിയോസിറ്റി. എന്നാൽ വരുമാന സ്രോതസ്സിന് വരുന്നവരായി ഇവരെല്ലാവരും ഓൾറെഡി ജ്യോതിഷത്തിന് മാത്രമുള്ള ഒരു പ്രത്യേകത, മറ്റേത് കോഴ്സിൽ നിന്നും പാർട്ട് ടൈം ജോബ് ആണെങ്കിൽ ഇത് പാർട്ട് ടൈം സ്റ്റഡിയാണ്. ചില അവർക്കിത് സെക്കൻഡറിയാണ്. അവർ ഓൾറെഡി അവരുടെ ഒരു റവന്യൂ സോഴ്സിൽ സെറ്റ് ഓൺ ആയവരാണ്. അവർക്ക് ഇപ്പുറത്ത് വന്നിട്ട് ജ്യോതിഷം പഠിക്കുമ്പം ആ കാര്യങ്ങളെ മാറ്റി വെച്ചേച്ച് ഇവിടെ പഠിക്കില്ല. ആഴ്ച 2 ദിവസമാണ് നമ്മൾ ക്ലാസ്സസ് നടത്തുക. അത് പഠിക്കാൻ പറ്റുക. ആ സമയത്ത് പ്രോപ്പറായിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. അത് ബാക്കി സ്കൂൾ 2 നമുക്ക് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ ആണെങ്കിൽ 100% അറ്റൻഡൻസും അതിൻ്റെ മാനദണ്ഡങ്ങളും ഫോളോ ചെയ്യും. എക്സാം ഉണ്ടോ? യെസ്, ഉറപ്പായിട്ടും. എക്സാം ഇല്ലാതെ ഒരു പണിയില്ല. ഈ സംസ്കൃത ശ്ലോകമൊക്കെ പഠിക്കണ്ടേ? പറഞ്ഞു കൊടുക്കും. ഓരോ പദാനുപദ അർത്ഥങ്ങളും പറഞ്ഞു കൊടുക്കും. വലിയ പാടല്ലേ അതൊക്കെ? പാടില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലേ, ഇപ്പോൾ ഒരു പ്രമാണത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെടുത്ത് വായിച്ചു പോകാനായിട്ട് ആദ്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ വൃത്ത, താമ്രദക്, ഉഷ്ണ, ശാഖ, ലഘു, ഭുക്, ഇതിനെ ഒറ്റ അടിക്കുമ്പോൾ വൃത്ത, താമ്രദക്, ഉഷ്ണ, ശാഖ, ലഘു, ഭുക്. എന്താ അത്? എന്താ അതിനെ വൃത്ത, വൃ എന്താ വാക്ക്, എന്തർത്ഥം കൊടുക്കണു എന്ന് മുതൽ അങ്ങോട്ട് പഠിപ്പിച്ചു കൊടുക്കും. അതും പഠിപ്പിക്കും. യെസ്, ഓക്കെ. അർത്ഥം കൊടുക്കും. അർത്ഥങ്ങൾ ഇന്ന പദങ്ങൾക്ക് ഇന്ന അക്ഷരങ്ങൾക്ക് ഇന്ന പദങ്ങളുണ്ട്, ഇന്ന അർത്ഥങ്ങളുണ്ട്, ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഈ ജ്യോത്സ്യന്മാർക്ക് വലിയ സ്വീകാര്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ താമസിക്കുന്നത്. ഞാൻ അനുഭവം പറഞ്ഞാൽ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ വിവാഹത്തിൽ പങ്കെടുക്കാൻ കൊല്ലത്ത് പോയി. നമ്മുടെ അജിത് വിനായക ഫിലിംസിലെ അജിത്തേട്ടൻ്റെ സഹോദരി പുത്രിയുടെ വിവാഹം. അപ്പം ഒഴിവാക്കാൻ പറ്റാത്തതായതുകൊണ്ട് ഞാൻ പോയി. ഞങ്ങൾ പോയി ആഹാരം കഴിച്ചു. പെൺകുട്ടിയും ഒക്കെ കണ്ടിട്ട് ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട ഹരി പത്തനാപുരം കയറി വരുന്നു. അവിടെ പോലെ വാ, നമുക്ക് ഒന്ന് കണ്ടിട്ട് പോവാം, ഞങ്ങൾ പോവാണ്, ഞങ്ങൾക്ക് നാളെ എത്തണം. ഇല്ല വാടാ, ഫോട്ടോ എടുത്തിട്ട് പോകാം അവരോട് വന്നിട്ട്. ഞങ്ങളിങ്ങനെ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഒരു പെൺകുട്ടി നടന്നിങ്ങോട്ട് വന്നിട്ട്, ചേട്ടാ ആതിര രോഹിണി. ഞങ്ങൾ അപ്പം നല്ല കാര്യം, രോഹിണിയോടെ അതിനെ മാത്രമേ ഉള്ളല്ലോ. പുള്ളി ഇത് തമാശയിട്ട്, അല്ല ചേട്ടാ എൻ്റെ നക്ഷത്രനോട് ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് പറയുമോ. അത് പുള്ളി ഇങ്ങനെ നോക്കിയിട്ട്, കൊള്ളാലോ. അതല്ല ചേട്ടാ, ഒന്ന് എൻ്റെ ഭാവി ഒന്ന് പറ. പുള്ളി ഇത് പണ്ട് മിമിക്രിക്കാർക്കായിരുന്നു ഈ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. എവിടെ ചെന്നാലും ഒരു കോമഡി പറയാൻ പറയുന്നത്. ഇതിപ്പോൾ ജ്യോത്സ്യന്മാരെ വിടാത്തൊരു സാഹചര്യമുണ്ട്. കാരണം അത്രയ്ക്ക് ആളുകൾക്ക് ഇതിനകത്തൊരു ക്യൂരിയോസിറ്റി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ കാലഘട്ടം മാറിയപ്പോൾ എത്ര മോഡേൺ ആയെന്ന് പറഞ്ഞാലും ഇത്തരം കാര്യങ്ങൾ നോക്കുന്നത് ഒരു ദിനചര്യ പോലെ ആക്കി വെച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എത്രയോ വലിയ ബിസിനസ്സുകാരുടെ ഓരോ ദിവസവും രാവിലെ കവടി നിരത്തി നോക്കി പറയുന്ന ജ്യോത്സ്യന്മാരെ നമുക്കറിയാം, പരിചയമുള്ളവരൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ജ്യോതിഷം കൃത്യമായി പഠിക്കുക. പിന്നെ ഇതിൽ കള്ളനാണയങ്ങൾ പെരുകി വരുന്നൊരു കാലഘട്ടം, ഉറപ്പായിട്ടും ഈ മേഖലയെ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടം. അവിടെയാണ് അങ്ങ് ശാസ്ത്രീയമായി ജ്യോതിശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോട്ടയം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഓൺലൈനായും ഓഫ്ലൈനായിട്ടും ഒക്കെ പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇവരുടെ നമ്പർ, ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ വിളിക്കുക. ബാക്കി ഡീറ്റെയിൽസ് അവിടെ നിന്ന് പറഞ്ഞുതരും. പിന്നെ ശ്രീകാന്ത്ജി പറഞ്ഞതിൽ ഒരു കാര്യമാണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ഈ ബോർഡ് കണ്ടിട്ട് വിളിക്കുന്നവരെ ഞാൻ വലുതായിട്ട് എൻ്റർടൈൻ ചെയ്യില്ല. ഇല്ല. കൺസൾട്ടേഷൻ ഒരിക്കലും ഇല്ല. അത് പിന്നെ എങ്ങനെയാണ് നിങ്ങളെക്കുറിച്ചൊന്ന് അറിയണ്ടേ? എന്നെക്കുറിച്ച് അറിയാനായിട്ട് ഇപ്പോൾ സിമ്പിളായിട്ട് പറയാം.
നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നത് പല ഡോക്ടറിൻ്റെ അടുത്തും പോയി മരുന്ന് മേടിച്ച് വളരെ നിരാശപ്പെട്ടിരിക്കുന്ന ഒരാളായിരിക്കും. ഇന്നടത്ത് എന്നാൽ പുള്ളി അത് റെഡിയാക്കി തരും. ഇങ്ങനെയൊക്കെയുള്ള പല അനുഭവങ്ങളുണ്ട്. ഫസ്റ്റ് സൈക്കോളജിക്കലി തന്നെ എൻ്റെ പ്രശ്നം അവിടെ തീരുമെന്നുള്ളത് അവന് അവിടെ ബോധ്യം ഉണ്ടാവണം. അങ്ങനെ ഇരിക്കുന്ന ഒരുത്തൻ്റെ അടുത്തേക്ക് അവർ പറഞ്ഞു വിടുമ്പോൾ, എൻ്റെ അടുത്ത് വന്ന ഒരാൾ പറയും നിങ്ങൾ അവിടെ ചെന്ന് വെറുതെ ഇരുന്നാൽ മാത്രം മതി, ബാക്കി പുള്ളി പറഞ്ഞു തരും എന്ന് പറയുമ്പോൾ ഇവിടെ സിദ്ധിക്കല്ല പ്രാധാന്യം. എന്താണ് സിദ്ധി എന്നൊരു ചോദ്യം ഉണ്ടോ? അങ്ങനെ അതെ, അവിടെ എനിക്കൊരു സംശയമുണ്ട്. നിങ്ങൾ ഗ്രഹനില എടുത്തിട്ടല്ലേ ഇത് പറയുന്നത്? തീർച്ചയായിട്ടും ഗ്രഹനില എടുക്കാൻ പറ്റത്തില്ല. അല്ല, പറ്റില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം ചോദിച്ചാൽ എല്ലാവരും പറയുന്നത് അതാണ് ഞാൻ പറയുന്നത്. വരുന്ന ഒരാൾ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു, നീ വരുന്നവൻ്റെ കയ്യിൽ നിന്ന് എന്ത് വാങ്ങണം? അവൻ്റെ പേര് വാങ്ങ്, അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വാങ്ങ്, സമയം വാങ്ങ്, ജനിച്ച സ്ഥലം വാങ്ങ്, ഇത്തരം കാര്യങ്ങൾ വെച്ച് നീ ജാതകം ഗണിക്ക്, തന്ന സമയം പരിശോധിക്ക്, ശരിയാക്ക്, എന്നിട്ട് ചോദിക്ക്. ഓക്കെ. എന്ത് ചോദിക്കണം? നിങ്ങളുടെ അച്ഛനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അമ്മയുമായി ബന്ധപ്പെട്ട കാര്യം, യെസ് ഓർ നോ ഉത്തരം പറയണം. അവിടെയും കഴിഞ്ഞു. നമ്മൾ സൈക്കോളജിക്കലി എന്നെ പഠിപ്പിച്ച ലാസ്റ്റിൽ ഞാൻ പഠിച്ച തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹം പറയാം 2 തരം ജ്യോതിഷികളുണ്ട്. ഒന്ന് ബുധൻ്റെ സ്വഭാവമുള്ളതും മറ്റൊന്ന് ഗുരുവിൻ്റെ സ്വഭാവമുള്ളതും. ബുധൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സൈക്കോളജിയാണ്. അയാൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വന്നിരിക്കുന്ന പറയുന്നത് തന്നെ ഇങ്ങനെ ഫിഷിംഗ് എന്നാണ് നമ്മൾക്ക് പറയാൻ പറ്റുക. അവർ പറയുന്നതിൽ നിന്ന് തന്നെ സാധനം എടുത്തിട്ട് അലക്കിയിട്ട് അയ്യോ കേൾക്കുന്നവർ പറയുന്നുണ്ട്. വേറൊരാളുണ്ട്, വരും എടുത്തു വെച്ച് നോക്കിയിട്ട് പറയും, ഇതിങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുള്ളൂ, നിനക്കിതൊക്കെയാണുള്ളത്, നിങ്ങളിങ്ങനെ നോക്കി നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. ഓക്കെ, ഇത് കഴിഞ്ഞ് അതെന്തെങ്കിലും മോമഴിയുണ്ടോ? വിവാഹ ജീവിതത്തിൻ്റെ പൊരുത്തം നോക്കാനായിട്ട് വരുന്നവരോ അല്ലെങ്കിൽ പൊരുത്തം നോക്കാനായിട്ട് വരുന്നവർ ഇപ്പോൾ അധികം എൻ്റർ ഇല്ല. പിന്നെ അല്ല സാറേ അത് നോക്കിയേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ മനപ്പൊരുത്തം പറഞ്ഞു കൊടുക്കുക. വന്ന ഈ പെങ്കൊച്ചില്ലേ അല്ലെങ്കിൽ ഈ ചെറുക്കനില്ലേ, ഇവരെങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്? ഒന്ന് പറഞ്ഞാൽ 2 തിരിച്ചു കയറി പറയും, ബഹളടിക്കും. ഇത് സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക? അടി കൂടി 2 കൂടെ അടിച്ചു പിരിയും. 2 പേരും പരസ്പരം അംഗീകരിക്കപ്പെടാൻ പറ്റുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്തത് മരണം ഗണിക്കാൻ പറ്റുക എന്ന് പറയും. മരണം എൻ്റെ കണ്ടീഷൻസിൽ ഞാൻ പഠിച്ച തിയറിക്കകത്ത് നിന്നുകൊണ്ടുള്ള മരണം ഇന്ന കാലഘട്ടത്തിലായിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും. താങ്കളുടെ മരണം താങ്കൾ ചോദിച്ചു? ഉറപ്പായിട്ടും എടുത്തു വെച്ചിട്ടുണ്ട്. ചോദിക്കുന്നില്ല, ഉണ്ടോ എന്ന് ചോദിച്ചോളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഇദ്ദേഹം കാന്തല്ലൂർ സ്വാമി സുനിൽ പരമേശ്വർ ഒരു 24 ചർച്ചയിൽ പുള്ളി കുറേ ട്രോൾ ചെയ്യപ്പെട്ടു. അങ്ങനെ പുള്ളി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞ പല ഭാഗങ്ങളും കട്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഞാൻ അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടാൻ പോയപ്പോൾ ഈ സുനിൽ പരമേശ്വരൻ എഴുതിയ അനന്തപദ്രത്തിൻ്റെ എഴുത്തുകാരൻ അദ്ദേഹത്തെ കാണാനാണ് ഞാൻ പോകുന്നത്, അല്ലാതെ ഈ കാന്തല്ലൂർ സ്വാമി കാണാനല്ല ഞാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ എല്ലാം എടുത്തു. അപ്പം പുള്ളി കഥയൊക്കെ പറഞ്ഞു തന്നു. 1.5 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണ് ഈ മാലയൊക്കെ കറക്കി കാണിച്ചു ഞങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പുള്ളി വേറൊരു കാര്യം, ഇത് ആർക്കും ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത്. അപ്പം എന്തിനാണ് ഈ പുള്ളി ഇപ്പോൾ ഈ മാല കറക്കി കാണിച്ചത്? ഇങ്ങനെ മനസ്സിൽ ഇത്രയും നമ്മളുണ്ടാക്കിയ ഒരു ബിൽഡപ്പ് അവിടെ ഞാൻ നിൽക്കുകയാണ്. അവിടെ ഇവിടെ ഇറങ്ങി വരുമ്പോൾ എൻ്റെ പുറകെ രാഹുൽ വരികയാണ്. രാഹുലിൻ്റെ കുറേ കാര്യങ്ങൾ, രാഹുലിൻ്റെ വീട് നിൽക്കുന്ന സ്ഥലം, വീടിൻ്റെ ചരിവ്, വീട്ടിൽ മരിച്ചവരുടെ പേര്, വീട്ടിൽ നിൽക്കുന്ന പല വൃക്ഷങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് അത് ഭയങ്കര സംഭവമായി. അടുത്ത തവണ നമ്മൾ എഴുതുമ്പോൾ കർണേഷ് ഉപാസനയാണ്. പുള്ളിക്ക് ഇങ്ങനെ ഒരാളെ അടുത്ത് കിട്ടിയാൽ ഇത് പറയുന്നത്. കുറേ തവണ ശേഷം അദ്ദേഹം ഒരു ദിവസം എറണാകുളത്ത് വന്നപ്പോൾ സ്റ്റുഡിയോയിൽ വന്നു. എന്നിട്ട് ഇവിടെ ഹോട്ടലിൽ, ഇപ്പോൾ പുള്ളിയുടെ വണ്ടി ഓടിക്കാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാത്രിയായി ഹോട്ടലിലേക്ക് പോകും. എന്നോട് ചോദിച്ചു, നീ വരുന്നത്? ഞാൻ ആ റൂട്ടിലാണ് ഞാൻ വരാമെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ വണ്ടി എടുത്ത് ഞങ്ങളവിടെ പോയി. എൻ്റെ വൈഫും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഉണ്ടാവും. അവിടെ ഇരുന്ന സമയത്ത് മറ്റാർക്കും അറിയാത്തൊരു കാര്യം പുള്ളി എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. തീർച്ചയായിട്ടും അതൊക്കെ എങ്ങനെയാണ് സാധിക്കുക? 2 ഘടകങ്ങൾ പറയാം. ഒന്ന്, നമ്മൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞല്ലോ CCF ഫാക്ടറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇവിടെ നമ്മളുടെ ബ്രെയിൻ വേവ്സ് ഒരു ഘടകമാണ്. അതായത് ഓരോരുത്തരുടെയും ബർത്ത് സ്പെഷ്യൽ ക്വാളിറ്റീസോട് കൂടിയിട്ടുള്ളതാണ്. അവർക്ക് മറ്റുള്ള ആൾക്കാരുടെയോ മറ്റുള്ളവരുടെയോ EEG വേവ്സ്, അതായത് ബ്രെയിൻ വേവ്സ് കണക്റ്റഡ് ആവാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ അവരിലുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ പെട്ടെന്ന് കയറി പറയാനൊന്നും കഴിയില്ല. അതേസമയം ഹൊറോസ്കോപ്പ് വരിക, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പം റോജി ചോദിക്കുകയാണ്, ശ്രീകാന്ത്ജി ഞാനൊരു വസ്തു കണ്ടുവച്ചിരിക്കുന്നു, എങ്ങനെയുണ്ട്? കൊള്ളത്തില്ല. യെസ്, കൊള്ളാം. സമയം നിമിത്തം അത് എൻ്റെ ഗുരുനാഥൻ പഠിപ്പിച്ചെന്ന, അതായത് ജ്യോതിഷം എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം കാലചക്രം. ദൈവജ്ഞൻ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കാലചക്രത്തെ ഗണിക്കുന്നവനാണ്, സമയത്തെ അറിയുന്നവൻ, അതിനകത്ത് അജ്ഞതയെ നീക്കുന്നവനാണ്. അങ്ങനെയെങ്കിൽ കവടിയില്ലാതെ ഫലം പറയാൻ പഠിച്ചെങ്കിൽ അടുത്തത് ജാതകമില്ലെങ്കിൽ നീ ഫലം പറയണ്ടേ? ജാതകമില്ല, അപ്പം സംപ്രേര്യ മനസ്സാവശ്യം ഉദയസമയം കൊണ്ട് അന്നേരം എന്ത് ഗ്രഹനില വെച്ചോ അത് വെച്ച് പറയാം. അതുമില്ല, ഫലം പറയണ്ടേ? നിൻ്റെ കയ്യിലൊരു വാച്ചുണ്ടോ? അതിനകത്തൊരു മണിക്കൂറുണ്ട്, 1 മിനിറ്റ് ഉണ്ട്, 1 സെക്കൻഡ് ഉണ്ട്, ഫലം പറയാൻ പറ്റും.
അടുത്തത് വാച്ചുമില്ല, ബലം പറയണ്ടേ? ജ്യോതിഷിയുടെ ജോലി ഏതാ? അതായത് ഹൊറാറ എന്ന് പറയും ഇംഗ്ലീഷിൽ. അത് മറ്റേത് തമിഴ്നാട് സിസ്റ്റപ്രകാരം ഘടികാര പ്രശ്നം എന്നാണ് പറയുക. ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സമയവും ഇല്ലെങ്കിലോ യൂണിവേഴ്സൽ ഹൊറാറ. ഓക്കെ, ഇത് പറയാൻ പറ്റും. നമുക്ക് ചോദിക്കുന്ന സമയം നമ്മുടെ കയ്യിൽ, ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ എപ്പോഴും വാച്ച് സെക്കൻഡ്സിലിട്ടിരിക്കും. 2 പാത്രം അറിഞ്ഞിട്ട് തന്നെ വേണം. നമ്മൾ 2 വിധത്തിലാണ്. ഇത് ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്ന ആളിന് മാത്രമാണ് ചോദ്യവും അവനുള്ള ഉത്തരവും കണക്ഷൻ കിട്ടുക. ഇതിനെ തമാശ രൂപത്തിൽ പരീക്ഷിക്കാൻ എടുക്കുന്നത് കൊണ്ട് ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിന്നു കൊടുക്കുകയാണ്. അവൻ പരാജയപ്പെട്ടു. ഇപ്പോൾ ഒരാളുടെ മുന്നിൽ പോയിട്ട് വെല്ലുവിളിക്കാനുള്ളതല്ല ഈ ശാസ്ത്രം. ഞാൻ ഇത് തെളിയിച്ച് തരാമെന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിയാൽ അവന് യൂണിവേഴ്സൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു നല്ല നടിയാണ്. അങ്ങനെ ഇറങ്ങരുത്, അങ്ങനെ പോകാൻ പാടില്ല. നേരെ മറിച്ച് ആർക്ക് എന്താണോ അറിയേണ്ടത്, ഇപ്പം തർക്കിക്കാൻ നിൽക്കുന്ന ഒരാൾ ഇപ്പം എന്നോട് തർക്കിക്കണോ, എൻ്റെ സമയത്തിന് വില തന്നിട്ട് വന്ന് തർക്കിക്കാം. അല്ലാതെ കോമാളിതരത്തിന് എൻ്റെ സമയത്തിന് 1 മണിക്കൂറിന് എത്ര രൂപയാണ് ആ പൈസ ഞാൻ വില പറഞ്ഞിട്ട് നീ വാ. 2 പറയുന്നത് മൊത്തം കേട്ടിട്ട് തർക്കിക്കണം. അല്ലാതെ എവിടെ പോയി അതങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇരട്ട കുട്ടികളുടെ ജാതകത്തിനുള്ള ഉത്തരം, കൃത്യമായ ഉത്തരം ഞാൻ തരാം, തെളിയിച്ചും തരാം എന്ന് നമ്മൾ പറയുമ്പോൾ എനിക്ക് ഈ ഞാൻ പറഞ്ഞ ടോക്ക് ഷോയിൽ തമ്മിൽ കണ്ടപ്പോൾ അതിലിരിക്കുന്ന പല ആളുകളുടെ സ്ഥിതികൾ നമുക്കറിയാവുന്നതാണ്. അവർക്ക് അവരുടെ ടൂള് വേണം, ചുമ്മാ ഉറപ്പായിട്ട് വേണം, സ്പേസ് വേണം, ടൂള് വേണം, കാര്യങ്ങൾ വേണം. ഈ ആയിരിക്കുന്നവരെല്ലാം പൊളിച്ചെടുക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷെ അവരാരും മിണ്ടുന്നില്ല. അങ്ങ് പറഞ്ഞതായിരിക്കും വെല്ലുവിളിക്കാൻ അവർക്ക് സമയം ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും വെല്ലുവിളിക്കാനത്. അത്രയും ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ടൊരു വേദിയിൽ ചെന്നിട്ടൊരു വെല്ലുവിളിക്കുമ്പോൾ ഉണ്ടല്ലോ, അവിടെ എപ്പോഴും പരാജയഭീതി ഉണ്ട്. 2 നമ്മുടെ സമചിത്തമായ സ്വഭാവത്തിനകത്ത് ഒരു ക്വാളിറ്റി ഉണ്ട്. നമ്മളതിനകത്ത് ഇത് തർക്കിക്കാനുള്ളതല്ല. ആ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കണം. എങ്ങനെ നിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് നിന്നോളം അറിവോട് കൂടിയിട്ടിരിക്കുന്നവനാണെങ്കിൽ നീ തർക്കിക്കുക. അങ്ങനെ അറിവുള്ളവനാണെങ്കിൽ അവൻ തർക്കിക്കാൻ വരില്ല. ഫസ്റ്റ് പോയിന്റ് അതാണ്. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി വന്നിട്ട് താങ്കളെ അടിച്ചു, ആ കുട്ടിക്ക് 5 വയസ്സേ ഉള്ളൂ, താങ്കൾ എങ്ങനെ ആ കുട്ടിയെ ഡീൽ ചെയ്യും? അതേ മോനെ തല്ല അടിക്കല്ലേ മക്കളല്ലേ ഇതൊരു മൈൻഡ് സെറ്റാണ്. ഞാനിപ്പം ശ്രീകാന്തിയുടെ മുമ്പിൽ ഇരിക്കുന്നു, ഞാൻ അങ്ങേ പറയുന്നൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ലാന്ന് മൈൻഡ് സെറ്റ് ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ 1000 ചോദ്യങ്ങൾ തിരിച്ചു ചോദിച്ച് തർക്കിച്ച് അവസാനിപ്പിക്കും. ഇത് എഡിറ്റ് ചെയ്യുന്ന എൻ്റെ എഡിറ്റർ ആണെങ്കിൽ എനിക്ക് വേണ്ടുന്ന രീതിയിൽ ഈ സാധനത്തിൻ്റെ ഔട്ട് വരും. ഇവിടെ പലരും വന്നിട്ട് നിനക്ക് അതിനകത്ത് ഞാൻ എവിടെയോ വീഡിയോയിൽ കണ്ടു, തൻ്റെ ഇടം ഉണ്ടോ നിങ്ങൾക്ക് എൻ്റെ മരണം പ്രഖ്യാപിക്ക്. അതിന് അയാൾ അർഹനല്ല. ചലഞ്ചിങ്. നേരെ മറിച്ച് അവനൊരു ആവശ്യക്കാരനായി അയാൾ അവിടേക്ക് ചെല്ല്. അതിനു വേണ്ടിയിട്ട് അപ്പുറത്ത് മെനക്കെടുന്ന ആളിന് വേണ്ടിയിട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ പ്രവചിക്കാനുള്ള ശാസ്ത്രമല്ല ഇത്, സൂചിപ്പിക്കാനുള്ള ശാസ്ത്രമാണ്. പ്രവചനം എന്നൊക്കെ പറയുന്ന അതിനകത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മെൻ്റലിസ്റ്റ് ആദിയും മറ്റേ മെൻ്റലിസ്റ്റുമാരൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ണ് തള്ളുന്ന രീതിയിൽ പറയുന്നുണ്ട്. അത് മതി അത് തന്നെ ധാരാളമാണ്. അതെ, അതാണ് അവിടുത്തെ ടോപ്പിക്ക്. ഇത് ഒരിക്കലും അങ്ങനെ എടുത്തിട്ട് അലക്കാനുള്ള സാധനമല്ല. ആവശ്യക്കാരന് റിസൾട്ട് കൊടുക്കും, അത് 100% ഗ്യാരണ്ടിയാണ്. എന്തായാലും ക്വാളിറ്റിയുള്ള നല്ല ജ്യോതിഷം അവർ വേണം, ഈ തീർച്ചയായിട്ടും വേണം. അങ്ങേ പോലെയുള്ളവർ നടത്തുന്ന സ്ഥാപനങ്ങളിലൂടെ ഉണ്ടാകട്ടെ. കള്ളനാണയങ്ങൾ കൃത്യമായി പോലീസിന്റെ വരയിൽ തന്നെ ആകട്ടെ. അങ്ങനെ തന്നെയാണ് ആശംസിക്കാൻ ആഗ്രഹിക്കുന്നത്.